നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. നിയമപരമായി ബ്രിട്ടനിലെത്തുന്ന കുടിയേറ്റക്കാർക്ക് വെല്ലുവിളികൾ വർദ്ധിക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ ആരും അറിയാതെ അനധികൃത കുടിയേറ്റക്കാർക്കും ചെറുബോട്ടിൽ എത്തിയവർക്കും ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത് എളുപ്പമാക്കി ലേബർ ഗവൺമെന്റ്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് ലേബർ രഹസ്യമായി നീക്കിയത്. മനുഷ്യാവകാശ നിയമങ്ങളും അന്താരാഷ്ട്ര അഭയാർത്ഥി കരാറുകളും ലംഘിക്കുന്ന നയമാണെന്ന പേരിൽ നിയമപരമായ വെല്ലുവിളി ഉയർന്നതോടെയാണ് ലേബർ ഗവൺമെന്റ് അസാധാരണ നീക്കം നടത്തിയത്. ഇതോടെ അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയാർത്ഥിത്വം ലഭിക്കുന്ന മുറയ്ക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടും കയ്യിൽ കിട്ടും. 3 വർഷം മുൻപ് കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പാക്കിയ നിരോധനമാണ് ലേബർ ഉപേക്ഷിച്ചത്. UK-യിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നില്ലെന്ന് അവകാശപ്പെട്ടാൽ മാത്രം മതി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ പുതിയ പദ്ധതി പ്രകാരം പൗരത്വം കിട്ടാൻ. എന്നാൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഹോം ഓഫീസ് വെബ്സൈറ്റിൽ ഒരു ചെറിയ മാറ്റം എന്ന പേരിലാണ് ഈ വമ്പൻ മാറ്റം ഉൾപ്പെടുത്തിയത്. അനധികൃത കുടിയേറ്റക്കാരെ ഇംഗ്ലീഷ് ചാനൽ കടത്താൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ നിലപാട് മാറ്റമെന്ന് ടോറികൾ വിമർശിക്കുന്നു. നട്ടെല്ലുണ്ടെങ്കിൽ ഷബാന മഹ്മൂദ് ഈ നിയമമാറ്റം പിൻവലിക്കണം. ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് വെല്ലുവിളിച്ചു. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ ഇങ്ങനെ പല സൂപ്പർ ഹീറോസിനെയും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ അങ്ങ് മെക്സിക്കോയിൽ ഇപ്പോൾ മറ്റൊരു സൂപ്പർ ഹീറോയാണ് തരംഗമായി മാറുന്നത്. മെക്സിക്കൻ ബാറ്റ്മാൻ എന്ന വിശേഷണം നേടിയിട്ടുള്ള ഈ ഹീറോ പക്ഷേ റിയലാണ്. ബൈക്ക് മോഷണങ്ങൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ ഒരു തുമ്പും കിട്ടാതെ പോലീസ് കൈമലർത്തുന്നതിനിടെയാണ് ഇത്തരക്കാരെ പൊക്കി പോസ്റ്റുകളിൽ ഡക്ട് ടേപ്പ് ചെയ്ത് പ്രദർശിപ്പിച്ച് ഈ അജ്ഞാതൻ ഹീറോയാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 5-ലേറെ പുരുഷന്മാരെയാണ് പോസ്റ്റിൽ ടേപ്പ് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മുഖത്ത് കള്ളൻ എന്ന് എഴുതി വയ്ക്കുകയും മോഷ്ടിച്ച ബൈക്ക് അരികിൽ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കള്ളന്മാരെ ഈ വിധത്തിൽ പിടികൂടി പോസ്റ്റിൽ ടേപ്പ് ചെയ്യുന്നത് ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വലിയ തോതിൽ ടേപ്പ് ഉപയോഗിക്കുന്നതിനാൽ കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ പിടിക്കപ്പെട്ട കള്ളന്മാരെ ഇരകളായി മാത്രമാണ് പോലീസ് കാണുന്നതെന്നതും വിചിത്രമാണ്. മോഷ്ടാക്കൾക്ക് നല്ല രീതിയിൽ മർദ്ദനം ഏൽക്കുന്നതാണ് ഇതിന് കാരണം. ഇപ്പോൾ സൂപ്പർ ഹീറോയെ പൊക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ്. വെയിൽസിലെ കോൾവിൻ ബേയിൽ താമസിക്കുന്ന മലയാളിയായ വിഷ്ണു രമാദേവിക്ക് 2 സ്ത്രീകൾക്കെതിരായ ഗുരുതര ലൈംഗിക കുറ്റങ്ങളിൽ 11.5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 39-കാരനായ വിഷ്ണു രമാദേവിക്കെതിരെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ഒരു സ്ത്രീ ലൈംഗികാതിക്രമ പരാതി നൽകിയത്. പരാതിക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയ മറ്റൊരു സ്ത്രീയും ഇതേ പ്രതിയുടെ ലൈംഗികാതിക്രമത്തിനും ബലാത്സംഗത്തിനും ശാരീരിക മാനസിക പീഡനങ്ങൾക്കും ഇരയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ബലാത്സംഗം, ലൈംഗികാതിക്രമം, മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, കഴുത്ത് ഞെരിച്ചുള്ള ശാരീരിക ഉപദ്രവങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി. ആദ്യഘട്ടത്തിൽ എല്ലാ കുറ്റങ്ങളും നിഷേധിച്ച വിഷ്ണു 2 സ്ത്രീകളും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതാണെന്ന് വാദിച്ചിരുന്നു. എന്നാൽ വിചാരണയുടെ ആദ്യ ദിവസം തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്നാണ് കോടതി ശിക്ഷ വിധിച്ചത്. കോടതി ഇയാളെ അപകടകാരിയായ കുറ്റവാളിയെന്നാണ് വിശേഷിപ്പിച്ചത്. പരാതിക്കാരിൽ നിന്ന് ശേഖരിച്ച DNA തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായ കേസിൽ തെളിവായി. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാടുകടത്തുമെന്ന് കോടതി വ്യക്തമാക്കി. മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാനിയോടനുബന്ധിച്ച് സ്റ്റോക്ക്-ഓൺ ട്രെന്റിലെ നിത്യസഹായ മാതാവിന്റെ ദൈവാലയത്തിൽ ജൂൺ 28 മുതൽ ജൂലൈ 5 വരെ നിത്യസഹായ മാതാവ്, വിശുദ്ധ യൗസേ പിതാവ്, മാർത്തോമാ ശ്ലീഹ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ അൽഫോൻസാമ എന്നിവരുടെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിക്കുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫിനാൻസ് ഓഫീസർ റവറന്റ് ഫാദർ ജോസഫ് മൂലേച്ചേരിയും ഇടവക വികാരി റവറന്റ് ഫാദർ ജോർജ് എട്ടുപറയിലും സംയുക്തമായി തിരുനാൾ കൊടിയേറ്റിന് നേതൃത്വം വഹിച്ചു. കൊടിയേറ്റിന് ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാനയും പാച്ചോർ നേർച്ചയും ഭക്തിപൂർവ്വം നടന്നു. ഇതോടെ 8 ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിച്ചു. ജൂലൈ 5 ഞായറാഴ്ച തിരുനാളിന്റെ പ്രധാന ആഘോഷ ദിനമാണ്. രാവിലെ 8:30 വിശുദ്ധ കുർബാന, തുടർന്ന് 9:30 തിരുസ്വരൂപ പ്രതിഷ്ഠയും രാവിലെ 10 മണിക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വൈദിക സമിതി സെക്രട്ടറി റവറന്റ് ഫാദർ ജോസഫ് അഞ്ചാനിക്കൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും തുടർന്ന് തിരുനാൾ സന്ദേശവും ലതീഞ്ഞും ഭക്തിപൂർവ്വം നടത്തപ്പെടുകയും ചെയ്യും. വിശുദ്ധ കുർബാനാനന്തരം ഉച്ചയ്ക്ക് 12:30
ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. വിശ്വാസ സമൂഹം ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രദക്ഷിണം അർപ്പിക്കും. ശേഷം സ്നേഹവിരുന്നും ഉണ്ടാകും. വൈകിട്ട് 3 മണിക്ക് സംഗീത വിരുന്ന് അരങ്ങേറും. യുഎസും ഇറാനും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിന് താൽക്കാലിക ശമനം. ഇറാൻ ഭൂമുഖത്ത് തന്നെ ഇല്ലാത്ത വിധത്തിൽ തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയ ശേഷമാണ് താൽക്കാലികമായി അക്രമം അവസാനിപ്പിച്ചത്. ഇതിനിടെ ഖത്തറിൽ അക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനുശേഷം അക്രമം നിർത്തിവെച്ച് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ കപ്പലുകൾക്ക് സ്വതന്ത്രമായി നീങ്ങാമെന്ന് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാനെ നേരിട്ട് ഉൾപ്പെടുത്താതെ ഹോർമുസ് തുറക്കാനുള്ള ശ്രമങ്ങളാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ 20% എണ്ണ ഗ്യാസ് സപ്ലൈ നടത്തുന്നത് ഇതുവഴിയാണ്. അന്താരാഷ്ട്ര പാതയായി കരുതിയിരുന്ന ഹോർമുസിൽ ഫീസ് ഈടാക്കുകയാണ് ഇറാന്റെ പരമോന്നത ലക്ഷ്യം. ഒമാൻ തീരത്തെ സദേൺ ലൈൻ പകരമായി ഉപയോഗിക്കാൻ വഴിയൊരുക്കുകയാണ് US ഉദ്ദേശം. ഇതാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. നിലവിലെ സംവിധാനത്തിന് ബദൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് സംഘർഷം വർദ്ധിപ്പിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗാർച്ചിയുടെ പ്രതികരണം. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.